തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ബിജെപി ക്രമക്കേട് നടത്തിയെന്ന ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. നേരത്തെ സിപിഐ ഉന്നയിച്ച ആരോപണത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുവെന്ന് മന്ത്രി കെ രാജൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പറഞ്ഞത് കൂടുതൽ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ അന്തിമ വാക്ക്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ശരിയായ വിധത്തിൽ നിലപാടുകൾ എടുക്കേണ്ടത്. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർന്നു വരും. അത് കാലം തെളിയിക്കുകയും ചെയ്യും. സജോ ദേവസ്യ കൂടിയുണ്ട് നമുക്കൊപ്പം. സജോ ദേവസ്യ, കാലം തെളിയിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറയുന്നു. പക്ഷേ കാലം കഴിഞ്ഞു പോവുകയാണ്. 2024 തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 2025 ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട്. അന്നുയർന്ന പരാതികൾ അത് കൃത്യമായി അന്നത്തെ കളക്ടർ പരിശോധിച്ചില്ല എന്നതടക്കം വി എസ് സുനിൽകുമാർ പറഞ്ഞതാണ്. അതിന്റെ ഒരു തുടർച്ച കെ രാജൻ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നില്ലല്ലോ പാർട്ടി. സുജയ, അതായത് LDFും കോൺഗ്രസും ഒക്കെ സജീവമായി ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. വലിയ വോട്ട് അട്ടിമറി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വോട്ടർ പട്ടികയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയും താരതമ്യ പഠനം നടത്തിയാൽ തന്നെ ഇത് ബോധ്യമാകും എന്ന വാദമൊക്കെയാണ് LDF അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതേസമയം നേരിട്ടുള്ള പ്രക്ഷോഭം, നിയമ പോരാട്ടം ഇവയൊക്കെ സാധ്യമാണ്. അതിലേക്ക് എന്തുകൊണ്ട് തിടുക്കപ്പെട്ട് കിടക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വിശദമായി ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നു, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നു, അതിനുശേഷം ഈ കാര്യങ്ങളിലേക്കൊക്കെ പോകും എന്നാണ് അവരുടെ വാദം. അപ്പോൾ നേരത്തെ BJP ഉന്നയിച്ച കാര്യം, നേരത്തെ ഈ പരാതിയൊന്നും വന്നില്ലല്ലോ എന്താണ് അതിന് വി എസ് സുനിൽകുമാർ അടക്കം മറുപടി പറയുന്നത്. നേരത്തെ പലതവണ 4 തവണയോളം പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിൽ വന്നതാണ്. അത് പക്ഷേ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല എന്ന ആക്ഷേപമാണ്. ഉദാഹരണത്തിന് സുരേഷ് ഗോപി താമസിച്ച വീട്, ആ വാടക വീടിന്റെ അഡ്രസ്സിൽ 11 വോട്ടുകളോളം ചേർക്കുന്നു. അവർ പിന്നീട് യഥാർത്ഥ മേൽവിലാസത്തിലേക്കും മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് പ്രസിദ്ധീകരിച്ച, അതായത് ഈ പുതിയ വോട്ടർ പട്ടികയിൽ അത് അപ്രത്യക്ഷമാകുന്നെന്ന് തുടങ്ങിയുള്ള കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത്തരം വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. പക്ഷേ അതേസമയം BJP പറയുന്നു വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ വിജയിച്ചത്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ബോംബിന് ശേഷം യഥാർത്ഥത്തിൽ ആദ്യം വി എസ് സുനിൽകുമാറാണ് ആരോപണവുമായി രംഗത്ത് വരുന്നത്. പിന്നാലെ DCC അധ്യക്ഷനും ഈ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ എന്ന നിലയ്ക്ക് വോട്ട് ചേർത്ത ആളുകളുടെ ലിസ്റ്റുമായി വന്നു എന്ന് തുടങ്ങി പലയിടത്തും ഇങ്ങനെ, അതായത് സ്ഥിരതാമസക്കാരല്ലാത്തവരുടെ പേരിൽ വോട്ട് ചേർക്കുകയോ അവർ പിന്നീട് മടങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള ക്രമക്കേടും അട്ടിമറിയും തൃശ്ശൂരിലും നടന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മറുപടി പറയണം, പരിശോധിക്കണം എന്നവർ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അതേസമയം ഇപ്പോൾ തിടുക്കപ്പെട്ട് പുതിയൊരു പരാതി നിലയ്ക്ക് പോകുന്നില്ല. അങ്ങനെ പോയാൽ, തെളിവുകളില്ലാതെ പോയാൽ, അത് പരിഗണിക്കപ്പെടാതെ പോയാൽ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും എന്ന് കരുതിയാകണം. പക്ഷേ ഗൗരവമുള്ള രാഷ്ട്രീയ വിമർശനവും ആരോപണവുമായി അത് വളർത്തുകയാണ് LDFും UDFും. സുജയ. ഓക്കെ, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർണാടകം, അതോടൊപ്പം തന്നെ കേരളത്തിലെ തൃശൂർ, അങ്ങനെ ഓരോരോ മണ്ഡലങ്ങളായി ഈ ഒരു രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ആ ഒരു ആറ്റം ബോംബിന്റെ അനുരണനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തുടർ വാർത്തകളിലേക്കും പ്രതികരണങ്ങളിലേക്കും നമുക്ക് എത്താം. നരേന്ദ്രമോദി ഇന്ന് എന്ത് പറയും? കർണാടകത്തിൽ എത്തുമ്പോൾ മെട്രോ യെല്ലോ ലൈൻ അല്ല വിഷയം, വോട്ട് ചോരിയാണ്. അപ്പോൾ ആ വോട്ട് മോഷണത്തിൽ എന്ത് പറയുമെന്നറിയാൻ കാത്തിരിക്കാം.